साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। ॐ श्री साईराम। സായിറാം. ഇന്നത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീ സത്യസായി വാണി മാഷേ ഒന്ന് പൊങ്ങിയിരിക്കണേ. മാഷേ ഒന്ന് പൊങ്ങിയിരിക്കൂ. ഒന്നും കൂടെ മതി. സായിറാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീ സത്യസായി വാണി 5-ാം ഭാഗത്തിലെ പേജ് തുറന്നപ്പോൾ കിട്ടിയ പേജാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. ശ്രീ സത്യസായി വാണി 5-ാം ഭാഗത്തിലെ 1965 മാർച്ച് 2-ാം തീയതി പ്രശാന്ത് നിലയത്തിൽ സ്വാമി ചെയ്ത പ്രഭാഷണത്തിന്റെ അല്പം ഭാഗം ഞാൻ വായിക്കാം. സൈറാം. മോക്ഷത്തിന്റെ രഹസ്യം. ഒരിക്കൽ ഒരു രാജാവ് വേട്ടയ്ക്ക് പോയ അവസരത്തിൽ ഓടുന്ന ഒരു കലമാനെ പിന്തുടർന്ന് ഒരഗാധമായ പൊട്ടക്കിണറ്റിൽ വീണുപോയി. ആരും തന്നെ ഈ വിവരം അറിഞ്ഞില്ല. കാരണം കലമാൻ അത്ര അകലത്തിൽ രാജാവിനെ വനാന്തരത്തിൽ എത്തിച്ചിരുന്നു. രാജാവിൻ്റെ സംഘം അദ്ദേഹത്തിന് വളരെ പിന്നിലായിപ്പോയി. കിണറ്റിലേക്ക് പതിച്ച രാജാവിന് അതിലേക്ക് തൂങ്ങിക്കിടന്നിരുന്ന ഒരു വേരിൽ പിടികിട്ടി. കിണറ്റിനടിയിൽ പതിയിരുന്ന മരണത്തിന്റെ വായിൽ നിന്ന് രാജാവ് രക്ഷപ്പെട്ടു. യാതന നിറഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടു. ആരോ കിണറ്റിനരികെ ഇരുന്ന് ഈശ്വരനാമങ്ങൾ ജപിക്കുന്നത് രാജാവ് കേട്ടു. ഏതോ പരിശുദ്ധനായ മനുഷ്യൻ അദ്ദേഹം നിർഭാഗ്യവാനായ രാജാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിലാപത്തിന്റെ നേരിയ പ്രതിധ്വനി കേട്ടു. ആ കേട്ടയുടൻ ആ വടം കിണറ്റിലേക്ക് ഇറക്കി അതിൽ മുറുകെ പിടിച്ചുകൊള്ളുവാൻ രാജാവിനോട് പറഞ്ഞു. ആ വടം സാവകാശം ഉയർത്തി രക്ഷിക്കാനായിരുന്നു അത്. അപ്പോൾ രാജാവിൻ്റെ മുന്നിലുള്ള പ്രശ്നം വേരോ വടമോ എന്നുള്ളതായി. വേരാണ് ജീവൻ കാത്തത്. പക്ഷേ അതിന് പ്രസക്തി വടം അടുത്ത് കിടന്നതുവരെ മാത്രമായിരുന്നു. വടം രക്ഷയ്ക്ക് കിട്ടിയിട്ടും വേരിൽ തൂങ്ങിക്കിടക്കുക എന്നത് തെറ്റായിത്തീരും. വേരിനെ തീർച്ചയായും വിലമതിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കൃതജ്ഞത എന്നുള്ളത് ആസക്തിയായി തീരരുത്. ലൗകിക ജീവിതം എന്നുള്ളത് വേര് പോലെയാണ്. വടമാകട്ടെ സത്യപ്രകാശം വെളിപ്പെടുത്തുന്ന മഹാവാക്യം പോലെ മോക്ഷത്തിന്റെ രഹസ്യവുമാണ്. സത്യത്തിന്റെ അവബോധം എന്നതാണ് മുക്തി. കണ്ണിൽ നിന്നും മായാവലയങ്ങൾ അടർന്നു വീഴുക ഇത് ചില തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്കുള്ള പ്രത്യേക അവകാശമോ വിദഗ്ധരായ സാധകരുടെ കുത്തക അവകാശമോ അല്ല. ഗോദാവരിയുടെ രൂപവും പേരും രുചിയും സമുദ്രത്തിലെത്തുമ്പോൾ മാറുന്നത് പോലെ മുക്തിയിൽ പേരും ആകാരവും അഭിരുചിയും ഭാവങ്ങളുമെല്ലാം അലിഞ്ഞു ചേരുന്നു. പിന്നെ നിങ്ങൾ വ്യത്യസ്തനായ പ്രത്യേക വ്യക്തിയല്ല. എവിടെ നിന്ന് മഴത്തുള്ളി ഉയർന്നു വന്നുവോ അതേ സമുദ്രത്തിൽ തന്നെ അത് ലയിച്ചു ചേരുന്നു. ഒരു സമയത്തും അടിമത്തമോ തടവറകളോ ഉണ്ടായിരുന്നില്ല. മനസ്സിൽ ഒരുറച്ച തോന്നൽ മാത്രം. ബന്ധനം, തടവറ, സീമ, വ്യക്തിപരിമിതി. ആഹാരത്തിൽ ശ്രദ്ധ പാലിക്കുക. സത്യത്തിന്റെ ശരിയായ പ്രതിഫലനത്തിന് മനസ്സും ബുദ്ധിയും ശുദ്ധീകരിക്കുന്നതിന്
ആദ്യ ശ്രദ്ധ ആഹാരത്തിലായിരിക്കണം. സാധകർക്ക് ഇത് ഗൗരവമുള്ള കാര്യമായിരിക്കണം. മൈസൂരിൽ മാളൂർ പ്രദേശത്ത് ഭക്തനും മഹാപണ്ഡിതനുമായ ഒരു ബ്രാഹ്മണനും തുല്യഭക്തിയുള്ള ഭാര്യയും ഉണ്ടായിരുന്നു. സദാ പൂജ ജപ ധ്യാനാദികളിൽ വ്യാപൃതനായിരുന്നു അദ്ദേഹം. സൽസ്വഭാവത്തിന് അദ്ദേഹം എന്നും പ്രകീർത്തിക്കപ്പെട്ടു. നിത്യാനന്ദൻ എന്നു പേരുള്ള ഒരു സന്യാസി അദ്ദേഹത്തിന്റെ പടിവാതിലിൽ ഭിക്ഷക്കായി എത്തി. ബ്രാഹ്മണന് അതിരറ്റ ആഹ്ലാദം തോന്നി. സന്യാസിയെ പിറ്റേ ദിവസം തന്നെ ഒരു സദ്യക്കായി ക്ഷണിച്ചു. കൂടുതൽ ഉപഹാരങ്ങൾ അർപ്പിക്കുവാൻ. സ്വീകരണത്തിനായി വാതിക്കൽ പച്ചത്തോരണങ്ങളും വിപുലമായ സന്നാഹങ്ങളും ഒരുക്കി. പക്ഷേ ഭാര്യയ്ക്ക് ആഹാര പദാർത്ഥങ്ങൾ ഒരുക്കുവാൻ വയ്യാത്ത അശുദ്ധിയിലായി. അയൽപ്പക്കത്തുകാരി അതിനായി സന്നദ്ധത പ്രകടിപ്പിച്ചു. അവളെ കൊണ്ടുവന്ന് അടുക്കളയുമായി ബന്ധപ്പെടുത്തി. എല്ലാം ഭംഗിയായി നടന്നു. എല്ലാവരും സന്തുഷ്ടരായി. സന്യാസിയെ കഠിനമായ ഒരു ആസക്തി പിടികൂടി. അദ്ദേഹത്തിന്റെ പ്ലേറ്റിന്റെ അടുത്ത് ആതിഥേയൻ തന്നെ കൊണ്ടുവച്ച വെള്ളിക്കപ്പ് ആരും കാണാതെ സ്വന്തമാക്കണം, മോഷ്ടിച്ചെടുക്കണം. മനസ്സ് ചെറുത്തു നോക്കി. പക്ഷേ തിന്മ നിറഞ്ഞ ആശയം അവസാനം വിജയം വരിച്ചു. വെള്ളിക്കപ്പ് വസ്ത്രത്തിനടിയിൽ മറച്ച് അയാൾ വാസസ്ഥലത്ത് എത്തി. രാത്രി ഉറക്കം വന്നില്ല. മനസാക്ഷി അയാളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അയാളുടെ ഗുരുവിന് മാത്രമല്ല ഋഷിവർഗത്തിനാകെ അപമാനം വരുത്തിയതായി തോന്നി. മന്ത്രങ്ങളാൽ അയാൾ ധ്യാനിച്ചിരുന്നവരാണവർ. അയാൾക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അയാൾ ഓടി ആ മഹാബ്രാഹ്മണന്റെ പാദങ്ങളിൽ വീണു. പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ കവിളുകളിൽ കൂടി ഒഴുകി. വെള്ളിപ്പാത്രം തിരിച്ചേൽപ്പിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത്ര മഹാനായ ഒരു സന്യാസി ഇത്ര തരം താഴ്ന്ന പ്രവൃത്തി എന്തിനു ചെയ്തു? ആരോ പറഞ്ഞു, ഇത് അദ്ദേഹം അപ്പോൾ കഴിച്ച ആഹാരത്തിൽ കൂടി സംക്രമിച്ച തെറ്റായിരിക്കുമെന്ന്. ആഹാരം പാകം ചെയ്ത ആളെപ്പറ്റി അവരന്വേഷിച്ചു. നിയന്ത്രണാതീയായ മോഷ്ടാവായിരുന്നു അവർ തയ്യാറാക്കിയ ഭക്ഷണത്തിലേക്ക് മോഷണാംശം അതിസൂക്ഷ്മതലത്തിൽ വ്യാപിച്ചു. ഇതുകൊണ്ടാണ് ആധ്യാത്മിക സാധകർ പഴങ്ങളും കിഴങ്ങ് വർഗങ്ങളും മാത്രമേ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. ജി സൈറാം. സാർ സൈറാം ഇത് ഏത് സാർ പ്രഭാഷണം ഏത് വർഷമാണെന്ന് പറയാം? ഹലോ സൈറാം സാർ, ഈ പ്രഭാഷണം 1965 മാർച്ച് 2-ാം തീയതി പ്രശാന്തി ദിനത്തിൽ ചെയ്ത പ്രഭാഷണമാണ്. സത്യസായി വാണി 5-ാം ഭാഗത്തിലുണ്ട്. സൈറോ മാർച്ച് 2-ാം തീയതി, മാർച്ച് 5-ന് മാർച്ച് 2-നാണ്. ഓക്കെ, 5-ാം. താങ്ക് യു. സൈറം മാഷെ അനുഭവം പറയൂ. പറയാം. സ്വാമിയുടെ അനുഭവം പറയാമെങ്കിൽ അത്രമാത്രം അനുഭവങ്ങൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും കുറച്ച് പറയാം, പറ്റുന്ന സമയത്ത് ഈ സമയത്തിനിടക്ക് പറ്റാവുന്ന പറയാം. ഒരു ഭഗവാന്റെ സ്വാമിയുടെ സായി ഗുരുകുലത്തിലെ ഒരു വിദ്യാർത്ഥിയാവാൻ എനിക്ക് സാധിച്ചു. ബാലവികാസ് 3rd ഗ്രൂപ്പ് പാസ്സായി. സ്വാമി ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായ പ്രഭാകര സാറിന്റെ ബാലവികാസ് വിദ്യാർത്ഥിയാകാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. സ്വാമിയുടെ 55-60 പിറന്നാളിന് ബാലവികാസ് കുട്ടികൾക്ക് അത്രയും പ്രാധാന്യമുള്ള വർഷമായിരുന്നു. ആ സ്വാമിയുടെ ബർത്ത്ഡേ അതിന് പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേക റാലി ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ 55-ാം പിറന്നാളിന് എനിക്ക് പ്രശാന്തി നിലയത്തേക്ക് പോകുവാൻ സാധിച്ചു. അന്ന് ബാലവികാസ് കുട്ടികളുടെ റാലി ഉണ്ടായിരുന്നു. അന്ന് കേരള സംസ്ഥാനത്തിന്റെ ബാലവികാസിന്റെ പ്രതിനിധിയായി സ്വാമിക്ക് മാലയിടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളൊരു ഹോളിലായിരുന്നു താമസിച്ചത്. അവിടെ 3 ടീച്ചർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പെട്ടെന്ന് എന്നോട് പേര് ചോദിച്ചു. പേര് കുറിച്ച് കൊണ്ടുപോയി. അതേപോലെ പെൺകുട്ടി സന്ധ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പേര് ചോദിച്ചു, അതും കുറിച്ച് കൊണ്ടുപോയി.
കാസർഗോഡ് ജില്ലയിലുള്ള ഈ കാസർഗോഡ് ജില്ലയിലൊക്കെ അറിയാം, കാഞ്ഞങ്ങാടുള്ള വിശ്വേശ്വരി ജ്വല്ലറിയിലെ വിശ്വേശ്വര എന്ന് പറയുന്നവരുടെ മകളായിരുന്നു ഈ സന്ധ്യ ദേവി. അവരെ ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു. ഞാനവിടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് സ്വാമിക്ക് ആരതി ഒഴിയാനുള്ള ഭാഗ്യം കിട്ടി. അന്നത്തെ ദിവസം സ്വാമിക്ക് വളരെ ആനന്ദമായിരുന്നു. ആ സ്വാമിയുടെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കേരള സംസ്ഥാനത്തിന്റെ ബാലവികാസ റാലിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആണ് ഞാൻ ഈ സ്വാമിക്ക് മാലയിടാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള ദിവസം ആയിരുന്നു. ഞാനിത് സാധാരണ ഞാൻ എപ്പോഴും ഇത് ആലോചിക്കാറുണ്ട്, ഓർമ്മിക്കാറുണ്ട്. ഞാൻ പുട്ടപർത്തിയിലേക്ക് പോകുന്നതിന് തലേദിവസം എനിക്ക് ചെറുപ്പത്തിൽ ആസ്മ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിലും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവസാനം എനിക്ക് പോകാൻ സാധിച്ചു. ഞാൻ പോകുന്നതിന് തലേ ദിവസം ഞാനൊരു സ്വാമിയുടെ ഒരു സ്വപ്നം കാണുന്നു. അതില് കുറച്ചാൾക്കാരെ മുമ്പിൽ സ്വാമി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സ്വാമിയുടെ കുറച്ചാൾക്കാർ, അത്രയും ആൾക്കാരല്ലോ, ഒരു 2, 3, 4, 5 അല്ല അധികമില്ല, അവരെ കൂട്ടത്തിൽ ഞാൻ നിൽക്കുന്നതായി സ്വപ്നം കണ്ടു. അത്രേ കണ്ടിട്ടു, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുതായ സംഭവമാണ്. പിന്നെ ഈ സ്വാമിയുടെ സമാധിക്ക് ഒരു 7 മാസം മുമ്പേ ഞാൻ സ്വാമിയെ സ്വപ്നം കണ്ടു. അത് സ്വാമി സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്വാമി ഒരു കാഷായ വസ്ത്രം പുതച്ചിട്ടുണ്ട്. അത് സ്വാമിയുടെ പാദം ശരി കാണുന്നില്ല. എന്നോട് സ്വാമി ചോദിച്ചു പാദ നമസ്കാരം വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണം സ്വാമി എന്ന് പറയുമ്പോൾ സ്വാമിയുടെ വലതു പാദം മുമ്പോട്ട് വെച്ച് എനിക്ക് പാദ നമസ്കാരത്തിന് അവസരം തന്നു. ഞാൻ സ്വാമിയുടെ പാദം തൊടുമ്പോൾ എനിക്ക് എപ്പോഴും സ്വാമി എൻ്റെ തലയിൽ കൈവെക്കും. അത് കൈ വെക്കുമ്പോൾ സ്വാമിയുടെ തൃക്കരം വെക്കുമ്പോൾ മുഴുവൻ ഭാഗം എൻ്റെ തലയിൽ വെക്കും. അങ്ങനെ സാധാരണ ടച്ച് ചെയ്യാതെ വെക്കല്ല, എൻ്റെ സ്വാമിയുടെ രണ്ട് കൈകളും എൻ്റെ തലയിൽ മുഴുവൻ വെക്കും. അങ്ങനെയാണ് എനിക്ക് സ്വാമിയുടെ സ്വപ്നം കാണുമ്പോൾ ഒക്കെ ഉണ്ടാവാറുള്ളത്. ഇതില് ഒരു സംഭവം ഞാൻ അപ്പൊ ഇതൊന്നും ഓർമ്മിച്ചില്ല. അല്ല, ഈ സ്വാമിയുടെ ഈ കാണുന്നത് കാഷായ വസ്ത്രം ഇങ്ങനെ പുതച്ചതായി ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എനിക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇത് എന്തുകൊണ്ടാണ് സ്വാമി ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടല്ലോ എന്ന്. കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് എങ്ങനെയാണോ സ്വാമി ദർശനം തന്നത് അതേ രൂപത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടു. അത് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആ ഫോട്ടോ. ആ രൂപത്തിലാണ് എനിക്ക് സ്വാമി അന്ന് ദർശനം തന്നത്. സ്വാമി ഈ 2 വർഷം മുമ്പ് സ്വാമി എനിക്ക് വീണ്ടും സ്വപ്നത്തിൽ വന്നു. അന്ന് സ്വാമി സ്വപ്നത്തിൽ വന്ന് ഒരു യുവാവിന്റെ രൂപത്തിലായിരുന്നു വന്നത്. വന്നിട്ട് എൻ്റെ വലത് കൈ സ്വാമി പിടിച്ചു. സ്വാമി പിടിച്ച ശേഷം എനിക്ക് എന്തൊന്നില്ലാത്തൊരു ആനന്ദം, ഭയങ്കരമായിട്ടുള്ള ഒരു നിർവൃതി എന്നെ കുറേ സമയത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ഇത് വേറെ ഒരു അത്ഭുതമാണ്. പിന്നെ 11 വർഷം എൻ്റെ വീട്ടിൽ സ്ഥിരമായി വിഭൂതി വന്നിരുന്നു. അതിൽ നമ്മുടെ എല്ലാ ഫോട്ടോയിലും സ്വാമിയുടെ ഫോട്ടോയും മാത്രമല്ല നമ്മളെ പൂജാമുറിയിലുള്ള എല്ലാ ഫോട്ടോയിലും വന്നു. കൂടാതെ അമ്മ കിടക്കുന്ന മുറിയിലുള്ള ഫോട്ടോയിലും ഞാൻ കിടക്കുന്ന മുറിയിലുള്ള ഫോട്ടോയിലും വിഭൂതി വന്നു. ഇതിനിടയിൽ ഒരു സംഭവം പിന്നെ അത് എന്ന് വെച്ചാൽ ഒരു ദിവസം ഈ സാധാരണ അധികവും വിഭൂതിയാണ് വരല്, 1-2 ദിവസം മാത്രം കുങ്കുമം വന്നു. അത് പിന്നെ പറയാം, ഒരു മിനിറ്റ്. പിന്നെ ഇവിടെ ഈ വീട്ടില് മോഹൻദ സാറ് വന്നിരുന്നു, ലക്ഷ്മണ സാറ് വന്നിരുന്നു, രാജമാഷ് വന്നിരുന്നു, സതീശ സാറ് വന്നിരുന്നു, പ്രഭാകരേട്ടൻ വന്നിരുന്നു. ഇവരൊക്കെ ഇവിടെ വന്നു. കാഞ്ഞങ്ങാട് കുറെ ആൾക്കാർ സമിതിയിലുള്ളവരൊക്കെ ഇവിടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഈ സാധാരണ ഈ വിഭൂതി വീട്ടിൽ വരുന്നത് 4 തരത്തിലുള്ള വിഭൂതിയാണ് വീട്ടിൽ വന്നത്. ചില ദിവസങ്ങളിൽ ഒരു തരി ഉള്ള വിഭൂതിയാണ് വരാറ്, ചില ദിവസങ്ങളിൽ കറുത്ത വിഭൂതി, ചില ദിവസങ്ങളിൽ നല്ല സുഗന്ധമുള്ള വിഭൂതി. അപ്പൊ സാധാരണ ചില ദിവസങ്ങളിൽ സാധാരണ വിഭൂതി, ചില ദിവസങ്ങളിൽ തരിയായിട്ടുള്ള ഒരു വിഭൂതി, ചില ദിവസങ്ങളിൽ കറുത്ത വിഭൂതി, ചില ദിവസങ്ങളിൽ നല്ല സുഗന്ധമുള്ള വിഭൂതി. ഇതെല്ലാ ഫോട്ടോയിലും വരാറുണ്ടോ. 1-2 ദിവസം ഈ കുങ്കുമം വന്നു.
അതൊരു ദിവസം ഞങ്ങൾ അവിടെ വനദുർഗ അമ്പലത്തിൽ യാഗമുണ്ടായ അമ്പലത്തിൽ ഞങ്ങൾ അവിടെ പ്രതിഷ്ഠയായിരുന്നു. അവിടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് വാതിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പൂജാമുറി പൂട്ടിയതായിരുന്നു. പൂജാമുറി തുറക്കുമ്പോഴേക്ക് മുഴുവൻ ഫോട്ടോയിലും കുങ്കുമം. അങ്ങനെയുള്ള അത് 1-2 ദിവസങ്ങൾ മാത്രമേ ഈ കുങ്കുമം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ സമയത്ത് വീട്ടിൽ വിഭൂതി വന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇത് കണ്ടിട്ട് അവിടെ വീടിന്റെ നമ്മളെ വീടിലേക്ക് കടക്കുന്ന റോഡിന്റെ സൈഡിൽ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. ആ കാലത്ത് പുതുതായി വന്നതാണ് ആ ബേക്കറി. അവൻ ഇതൊക്കെ ശ്രദ്ധിച്ച് ഇവൻ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് ആൾക്കാർ ഒരു 4 ആള് ഇല്ലേ നല്ല തടിച്ച് കെല്ലന്മാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചോദിച്ചു ഇവിടെ ഭസ്മം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവർ ഉടനെ അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ഒരു ബുദ്ധിമുട്ടും ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല. വിഭൂതി 11 വർഷം പോരാ, അതിലധികമേ ഉള്ളൂ. പക്ഷെ സ്വാമികളുടെ കാര്യം പറയുമ്പോൾ അത് പൂർണ്ണമായി സത്യമായിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്തായാലും 11 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു, 11-അധികം ഉണ്ട്, 12 വർഷം 13 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വിഭൂതി നിന്ന ശേഷം എനിക്കുണ്ടായ അനുഭവം കുറേ മാസങ്ങളോളം, 2-3 മാസങ്ങൾ ഉണ്ടായി തോന്നുന്നു. വിഭൂതി ഇങ്ങനെ വിഭൂതി കാറ്റ് ഇങ്ങനെ അടിച്ചടിച്ച് വരും. വേക്കൊക്കെ ഇങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ അടിക്കും. ഇത് ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും വിഭൂതി ഇടാറുണ്ട് നെറ്റിയിൽ, ഇതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഒരു ദിവസം നമ്മുടെ തറവാട്ടിൽ ഒരു വ്യക്തി മരിച്ചത് കൊണ്ട് നമ്മൾ ആചാരപ്രകാരം വിഭൂതി ഇടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തില്ല. അന്ന് കൂടുതൽ വിഭൂതി കാറ്റ് ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നത്. അത് 24 മണിക്കൂറും രാവിലെ മുതൽ നമ്മൾ ഉറങ്ങുന്നവരെയും അറിയുന്ന സമയത്തും ഈ വിഭൂതിക്കാറ്റ് ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നു. ഇതെന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതമായിരുന്നു. ഞാൻ സാധാരണ ഇപ്പോഴും കാരണം എന്തെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ ഈ വിഭൂതി കാറ്റ് ഇങ്ങനെ അടിക്കാറുണ്ട്. കാരണം ഇത്രമാത്രം ഞാൻ പറയാം. ബാക്കി പിന്നീട് അവസാനം സ്വാമി തരികയാണെങ്കിൽ ബാക്കിയും കുറേ പറയാനുണ്ട്. ഇത് ഞാൻ സ്വാമിയുടെ എനിക്ക് മാലയിടാൻ അവസരം കിട്ടിയത് മുതലുള്ളത് പറഞ്ഞിട്ടു, ബാക്കിയുടെ പറയാനുണ്ട്. അതൊക്കെ വേണമെങ്കിൽ പിന്നീട് ഒരു അവസരം കിട്ടിയാൽ പറയാം. സൈറാം. ఈనాడు ప్రపంచంలో అనేక సమస్యలతో తారుమారైపోతున్నది. The whole world is highly confused because of so many problems. అన్యాయ, అక్రమ, అనాచార, అవినీతి, అసత్యముల చేత తాండవమాడుతున్నది. We find injustice, unrighteousness, corruption dancing. ఇట్టి పెడమార్గములను అదుపులో తేవడానికి యువకులే దీనికి తగిన సమర్థులు. Young men and women are proper people to put under check these things going on in the world rampant. మానవుని యందు నీతిని పోషించుకున్నప్పుడే సమత్వము, స్వేచ్ఛ, సోదరత్వము అభివృద్ధి అవుతుంది. When once we uphold morality, there can be equality, the freedom and fraternity. Brotherhood of man. Brotherhood of man. Yes. Brotherhood of man. కనుకనే నీతి అనేటువంటిది జగత్తుకు ఎంతైనా ప్రధానమైన జాతి. Therefore, morality is most essential for this world. ఇట్టి నీతిని పోషించే నిమిత్తమే సత్యం బ్రూయాత్. In order to uphold this morality, one has to speak truth. రెండవది నబ్రూయాత్ సత్యం అప్రియం. అప్రియమైనటువంటి సత్యమును చెప్పకూడదు. Never tell the truth which is unpalatable, unacceptable. దీనిని పురస్కరించుకుని భగవద్గీత, basing on this Bhagavad Gita, సత్యం బ్రూయాత్ అనగా సత్యమును చెప్తూ ఉన్నావు, కానీ అది ప్రియమైన హితమైనటువంటి సత్యం చెప్పాలి. You are speaking truth, no doubt, but it should be said in a pleasing way, in a sweet manner. అది ప్రియముగాను, హితముగాను, సత్యముగాను, ఆనందముగాను అది నిరూపించాలి. It should also demonstrate that it's quite pleasing, acceptable, it's quite good, and it's blissful. adena Sri Ramachandra
ജയ രാമചന്ദ്ര ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര രഘുവീര രണധീര രഘുകുല രാമ രഘുവീര രണധീര രഘുകുല രാമ ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര ദശരഥ നന്ദന ദയാഭിരാമ ദശരഥ നന്ദന ദയാഭിരാമ ദാനവ ഭഞ്ജന കോദണ്ഡ രാമ ദാനവ ഭഞ്ജന കോദണ്ഡ രാമ കല്യാണ രാമ കമനീയ രാമ കല്യാണ രാമ കമനീയ രാമ രഘുവീര രണധീര രഘുകുല രാമ രഘുവീര രണധീര രഘുകുല രാമ ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര രഘുവീര രണധീര രഘുകുല രാമ ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര ദശരഥ നന്ദന ദയാഭിരാമ ദാനവ ഭഞ്ജന കോദണ്ഡ രാമ കല്യാണ രാമ കമനീയ രാമ കല്യാണ രാമ കമനീയ രാമ രഘുവീര രണധീര രഘുകുല രാമ രഘുവീര രണധീര രഘുകുല രാമ ശ്രീരാമചന്ദ്ര ജയ രാമചന്ദ്ര. സായിരാം. സായിരാം. സമയമുള്ളത് കൊണ്ട് നമ്മുടെ ഭഗവാന്റെ 65th ബർത്ത്ഡേ 65ാമത്തെ ആഘോഷങ്ങളില് ഓരോ അത്ഭുതങ്ങൾ ഓരോ ദിവസമായിട്ട് സമയമുള്ളപ്പോ പറയാം എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങള് ബംഗാളിൽ നിന്നാണ് ഡ്യൂട്ടിക്ക് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 11 മണിക്കുള്ള ഭക്ഷണം വിളമ്പാനും പിന്നെ വൈകുന്നേരത്തെ രാത്രി ഡിന്നറിന് വിളമ്പാനുമാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് ദർശനത്തിന് പോവാം. അവിടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സേവയ്ക്കും എടുക്കും. അങ്ങനെ 10 ദിവസമായിരുന്നു. 16-ാം തീയതി തൊട്ട് ഇപ്പൊ നടക്കുന്ന പോലെ തന്നെ 10 ദിവസം ആണ് പ്രോഗ്രാം. അപ്പൊ ഭഗവാന്റെ നമുക്ക് ഇപ്പോഴത്തെ മാതിരിയുള്ള സൗകര്യമൊന്നും അന്നില്ല. നമ്മള് അകത്തുനിന്ന് പോകുന്നവർക്ക്, അതായത് സേവാദലിനൊക്കെ ഉള്ളിൽ കൂടെ പോവാം, റോഡിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ കുന്നാണ്, കുന്നിന്റെ മുകളിൽ കൂടെ കയറി പിന്നെ ഹോസ്പിറ്റലിൽ എത്തണം. ഹോസ്പിറ്റലിന്റെ അവിടെ കൂടെ പിന്നെ പ്രൈമറി സ്കൂളിന്റെ ബാക്കിൽ കൂടെയാണ് നമ്മള് പിന്നെ ഇങ്ങോട്ട് പോവുക. അങ്ങനെ ഓടി ഓടി പോണം. വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ദൂരെയാണ്. ഓടി ഓടി ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം പോയി നമ്മൾ ദർശനത്തിനിരുന്നു 8 മണിക്ക് രാവിലെ. അപ്പൊ ഭഗവാൻ അപ്പോഴൊക്കെ കാറിലാണ് വരുന്നത്. എല്ലാവർക്കും ദർശനം തന്നുകൊണ്ട് ഓപ്പൺ കാറാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. എല്ലാവർക്കും ദർശനം. അപ്പൊ നമുക്ക് നേരത്തെ ഞങ്ങൾ 2 മണിക്ക്, അന്ന് ഇങ്ങനത്തെ മാതിരിയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പൊ 12 മണിയാകുമ്പോൾ എണീറ്റ് കുളിച്ചിട്ട്, രാത്രി 12 മണിക്ക് കുളിച്ചിട്ട് 2 മണിയാകുമ്പോഴത്തേക്കും പോവും. ഗാലറിയിൽ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഭഗവാനെ കാണാനായിട്ടുള്ള ഒരു ഉത്സാഹത്തോടു കൂടി അങ്ങനെ പോയിരുന്നു. 8 മണിക്കാണ് ഭഗവാൻ വരിക. 8 മണിക്ക് വന്നു. 7 മണിയായപ്പോ തന്നെ വെയിലിന്റെ ചൂട്, കഠിനമായ ചൂട്, നവംബർ മാസം. ചൂട് കൊണ്ട് ഇങ്ങനെ പുകയാണ് എല്ലാവരും. അപ്പൊ എത്ര സമയം 10 മണി വരെ അവിടെ ഇരിക്കണം. അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞു, സ്വാമി എങ്ങനെ ഈ ചൂട് സഹിച്ച് 2 നേരത്തെ നമ്മൾ ഇവിടെ ഇരിക്കുക? ഉച്ചയ്ക്കാണെങ്കിൽ 2 മണിക്കേ പോയി ലൈൻ ഇടണമല്ലോ. സ്വാമി 4 മണിക്ക് വരുമ്പോ അങ്ങനെയാണല്ലോ, നേരത്തെ ദർശനത്തിന് ഇരിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു, ഭഗവാൻ എങ്ങനെ നമ്മൾ ഈ ചൂടത്ത് ഇരിക്കും സ്വാമി എന്ന് പ്രാർത്ഥിച്ചു. നമ്മളെ പ്രാർത്ഥിച്ചിട്ട് പോന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് നമ്മൾ പോകുമ്പോ കാണുന്നെന്ന് വെച്ചാല്, പുട്ടപർത്തിയില് നമ്മുടെ പ്രശാന്ത നിലയം ഏരിയ മുഴുവൻ കവർ ചെയ്തിട്ട് മഴമേഘം, കറുകറുത്ത മേഘം വന്ന് താണ് കിടക്കുക. കൊട പിടിച്ചതുമാതിരി, ഒരു ശകലം പോലും വെയിലില്ല. മാത്രമല്ല നല്ല കാറ്റ്. അപ്പൊ രാവിലെ വരുന്ന ആ മഴമേഘം വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും. മഴ പെയ്യാതെ മേഘം ഇങ്ങനെ കിടന്നു. അങ്ങനെ 9 ദിവസം, എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ മഴ പെയ്തതേ ഇല്ല. അപ്പോ
ഭഗവാന്റെ 22-ാം തീയതി 9th ഇതായിരുന്നു ഭഗവാന്റെ കുട്ടികളുടെ കോൺവക്കേഷൻ. അപ്പൊ ഇവിടെ കുൽവന്തോളൊന്നും ഇല്ല അന്ന്. അപ്പൊ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലം തികയില്ല. അത്രയധികം ആൾക്കാരാണ്, ലക്ഷോപലക്ഷം ആൾക്കാർ. അതുകൊണ്ടാണ് എല്ലാ ദർശനവും മൈതാനത്തിലാക്കിയത്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോ അന്ന് കുട്ടികളുടെ കോൺവക്കേഷനും മൈതാനത്തിൽ വെച്ചാക്കി. അന്ന് പിന്നെ വെങ്കട്ടരാമൻ, ശ്രീ വെങ്കട്ടരാമനാണ് അന്ന് പ്രസിഡന്റ് ആയിരുന്നത്. അദ്ദേഹമാണ് നമ്മുടെ പ്രധാന ഗസ്റ്റായിട്ട്, ചീഫ് ഗസ്റ്റായിട്ട് വന്നതും. അപ്പൊ സ്വാമി തന്നെ കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന ഡ്രാമ സ്വാമി തന്നെ ഡയറക്റ്റ് ചെയ്ത്, സ്വാമി തന്നെ ഡ്രസ്സ് പറഞ്ഞു കൊടുത്തൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കുട്ടികളെ കൊണ്ടിട്ട് ഡ്രാമ ചെയ്യിപ്പിക്കുന്ന സ്വാമി. ഭയങ്കര അഭിമാനത്തോടു കൂടി ഗസ്റ്റിനൊക്കെ അത് കാണിച്ചു കൊടുത്ത് അതൊക്കെ വിവരിച്ചൊക്കെ കൊടുക്കും ഭഗവാൻ. അങ്ങനെയിരിക്കെ 22-ാം തീയതി വൈകുന്നേരം കുട്ടികൾക്ക് പിന്നെ എല്ലാവർക്കും സ്വാമി തന്നെ ഡ്രസ്സ് കൊടുക്കും. പെൺകുട്ടികൾക്കൊക്കെ സാരി, ആൺകുട്ടികൾക്കൊക്കെ ഡ്രസ്സ് അങ്ങനെ കൊടുത്ത് എല്ലാവരും അതൊക്കെ ഉടുത്ത് അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോഴുണ്ട് ഭഗവാനും പിന്നെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവാനായിട്ട് വേദിയിൽ നിന്ന് എല്ലാവരും താഴെ ഇറങ്ങി. അപ്പൊ ഞാൻ എൻ്റെ മകൾക്ക് ആ പ്രാവശ്യം പിന്നെ BA ഡിഗ്രി കിട്ടുകയാണ്. അതുകൊണ്ട് പേരൻസിന് എല്ലാവർക്കും ഭഗവാന്റെ ആ ഫസ്റ്റ് ബ്ലോക്കിൽ ഇരിക്കാം. അപ്പൊ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ഞാനൊരു അറ്റത്തായിരുന്നു. അപ്പൊ ഭഗവാന്റെ ചെയർ കൊണ്ടിട്ടത് എൻ്റെ നേരെ മുമ്പിൽ, മൂന്ന് ലൈൻ അപ്പുറത്ത് സ്വാമിയുടെ ചെയർ ഇരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ കൈയും ഭഗവാന്റെ തലമുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് കാണാം. ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെ വന്നിരുന്നതും മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ സ്വാമി പെട്ടെന്ന് ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞു, ഗസ്റ്റിനെ എല്ലാവരെയും കൊണ്ട് സ്റ്റേജിലെ സൈഡിൽ ഇരുത്താൻ പറഞ്ഞു. സ്വാമി പോയില്ല. അപ്പൊ ആൾക്കാർ വേഗം സ്വാമിക്ക് വേണ്ടി ഒരു സേവാദൾ കുട്ടികള് കൊടയും കൊണ്ടുവന്നു. കൊടയും കൊണ്ട് നമ്മൾ സ്വാമിനോട് കൊടയൊന്നും വേണ്ട, കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വാമിയെ. സ്വാമി എന്ത് ചെയ്തു അറിയോ? മുകളിലോട്ട് കൈ നോക്കി, ആകാശത്തേക്ക് നോക്കിയിട്ട് കൈ കൊണ്ട് മുകളിൽ നോ അങ്ങനെ കൈ കൊണ്ട് നമ്മൾ വേണ്ട എന്ന് പറയില്ലേ, അങ്ങനെ കൈ കൊണ്ട് രാഗ്യം കാണിച്ചു. ഞാൻ നന്നായിട്ട്, വളരെ സട്ടിലാണ്, വളരെ എന്താ പറയാ, സൂക്ഷ്മമായിട്ട്, വളരെ ശ്രദ്ധിച്ചാലേ നമുക്ക് സ്വാമിയുടെ ആക്ഷൻ കാണാൻ പറ്റും. അത്ര ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനെ ഞാൻ കണ്ടു സ്വാമി പറഞ്ഞതും മഴ സഡൻലി നിന്നു, മഴ അങ്ങ് നിന്നു. പക്ഷെ സ്വാമി അവരെ ആരും താഴെ വരാൻ സമ്മതിച്ചില്ല. സ്വാമി അവിടെ തന്നെ മുഴുവൻ സമയം ഇരുന്നു. ഡ്രാമ അസലായിട്ട് കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ പിന്നെ ഡിഗ്രി കൊടുക്കുന്നതായിട്ട് സ്വാമി ഡിക്ലെയർ ചെയ്തു. എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തു, ഡിഗ്രി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാനും ഡിഗ്നിറ്ററീസും എല്ലാം കാറിൽ കയറി പോയതും ഘോരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും, കുട്ടികളൊക്കെ എല്ലാവരും നനഞ്ഞു കുളിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇത് ഭഗവാന്റെ അനുഗ്രഹ മഴയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അന്ന് അങ്ങനെ ഒരു മഴ പെയ്തു. അല്ലാത്തപ്പോഴൊന്നും മഴ പെയ്യാതെ ഇങ്ങനെ ഇരുന്നു. അവസാനം 23rd ഭഗവാന്റെ പ്രഭാഷണത്തില് ഭഗവാൻ പറഞ്ഞു, ഇത്ര ലക്ഷോപലക്ഷം ആൾക്കാരിവിടെ വന്നിരിക്കുന്നു, ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചിട്ടാണോ വന്നത്? ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലും അച്ചടിച്ചിട്ടില്ല ഇവിടെ, പിന്നെ ഇത്രയും പേര് എങ്ങനെ വന്നു? അപ്പൊ ഭഗവാൻ തന്നെ എന്നിട്ട് ഉത്തരം പറയാണ്, അതോ പ്രേമത്തിന്റെ ഒരു ധാര, പ്രേമധാരയുടെ ഒരു ഇത് കൊണ്ടിട്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രേമത്തിന്റെ പിന്നെ പ്രേമമാണ് അവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പ്രേമത്തിന്റെ ആകർഷണം കൊണ്ടാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത്. നോക്കൂ, പ്രകൃതി പോലും ആ പ്രേമത്തിന് കുട പിടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ആർക്കും വെയില് കൊള്ളാതെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് സൂര്യദേവൻ, മേഘം, പ്രകൃതി പുട്ടപർത്തിയിൽ മുഴുവൻ മേഘാവൃതമായിരുന്നത് കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ പ്രകൃതി പോലും നിങ്ങൾക്ക് കൊട പിടിച്ചു തന്നു. അതാണ് സ്നേഹത്തിന്റെ ശക്തി, പ്രേമത്തിന്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പ്രേമമുദിത മനസ്സകഹെ പാടാൻ തുടങ്ങി. അവിടെ എനിക്ക് തോന്നുന്നു കണ്ണ് നിറയാത്തതോ കണ്ണൊരു ഒഴുക്കാത്തതായിട്ട് ഭഗവാന്റെ ആ ഒന്നാമത് ശ്രുതിമധുരമായ ഒരു പ്രത്യേക ശബ്ദം, അതിൻ്റെ കൂടെ ഭഗവാൻ ഭയങ്കര വികാരാധിതനാണ്. ഭയങ്കര വികാരത്തോടു കൂടിയാണ് ഭഗവാൻ അന്ന് ആ പ്രേമമുദിത പാടിയത്. എല്ലാവരും, മിക്കവാറും എല്ലാവരും, എൻ്റെ അടുത്തിരുന്നവർ ഞാൻ ഉൾപ്പെടെ എല്ലാവരും, ഞങ്ങളെല്ലാവരും നമുക്ക് കണ്ണീരടക്കാതെ കരയുകയായിരുന്നു ഭഗവാന്റെ ആ ഒരു പ്രഭാഷണവും അതിനനുസരിച്ചുള്ള പാട്ടും കേട്ടപ്പോൾ. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു അനുഭവം അന്നുണ്ടായി. അതിന് വേറെ ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ സമയം കിട്ടുമ്പോൾ 65th ഒരു പ്രത്യേക പിന്നെ ഇത് തന്നെയായിരുന്നു. സ്വാമിയുടെ 65th ബർത്ത്ഡേ വാസ് വെരി സ്പെഷ്യൽ. വളരെ കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് നാളെ ഇതുപോലെ സമയം കിട്ടുകയാണെങ്കിൽ 5 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ പറയാം. ജയ സായിരാം.
സായി ഉപമ. ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നല്ലതുപോലെ സംരക്ഷിക്കണം. ഒരു വാഹനത്തിൽ പെട്രോൾ ഒഴിച്ചാലേ അത് ഓടുകയുള്ളൂ. ആരോഗ്യമില്ലെങ്കിൽ ഈശ്വര ചിന്തയ്ക്ക് വേണ്ടതായ ഏകാഗ്രത നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ദുർബലമായ ശരീരത്തിൽ ഈശ്വര ചിന്ത എങ്ങനെ ഉണ്ടാകും? ശരീരത്തിന് സംരക്ഷണം നൽകുമ്പോൾ പക്ഷേ ഒരു കാര്യം നല്ലതുപോലെ ഓർക്കുക. എന്താണ് ശരീരം കൊണ്ടുള്ള പ്രയോജനം? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതെ ഓർക്കണം. ഒരു റോഡ് റോളർ അത് നല്ലതുപോലെ ആവശ്യമായ എണ്ണയും കൽക്കരിയും മറ്റ് ഇന്ധനങ്ങളും നൽകി സംരക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് അതിന്റെ ഉദ്ദേശം? റോഡുകൾ നന്നാക്കുക എന്നതാണ് റോഡ് റോളറിന്റെ കർത്തവ്യം. അതാണ് അതിന് നൽകപ്പെട്ടിരിക്കുന്ന ജോലി. അതുപോലെ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഉപകരണമാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് വേണം നിങ്ങൾ അതിനെ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കേണ്ടത് എന്നാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത്. ജയ സായിരാം. സായിറാം, ഇന്നത്തെ ഭജന സൂപ്പർ സൂപ്പർ സൂപ്പർ. സായിറാം, താങ്ക് യു, താങ്ക് യു. ആരോഗ്യം നല്ലോണം ശ്രദ്ധിക്കണം. ആരോഗ്യം ഓരോരുത്തരും ആരോഗ്യം ശ്രദ്ധിക്കണം. സമസ്ത ലോക പറയാൻ ലക്ഷ്മണ മാഷില്ലേ? മാഷി പറയൂ. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.